നേരെ എടുക്കേണ്ടതില്ല എന്നാണ് വളരെ ലളിതമായി മാന്യമായി നിങ്ങളോട് പറയാനുള്ളത്. അന്ന് ഞങ്ങളെ പ്രതിഷേധിക്കാൻ വന്നത് ഈ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസ് ശരശയ്യയിലും മരണശയ്യയിലും കിടക്കുന്നത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അന്ന് ഞങ്ങൾ എത്തിയത് ആംബുലൻസിന് റീത്ത് വെക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വരുന്ന ഡിസംബർ മാസം ചെട്ടുകുളങ്ങരയിലെ ജനങ്ങള് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കുന്ന കാലം 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനാകുമെന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു വാഹനത്തിന് മേൽ റീത്ത് വെക്കുന്നത് ചിലപ്പോൾ പറയാൻ പറ്റിയേക്കാം. പക്ഷേ നിങ്ങൾക്കെതിരെ ഉയരുന്ന ജനരോഷമുണ്ടല്ലോ, അതിനെതിരെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെട്ടുകുളങ്ങരയെ ജനങ്ങളെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭരണ പരാജയം മറച്ചുവെക്കാൻ, നിങ്ങളുടെ കെടുകാര്യസ്ഥതയെ ഇല്ലാതെയാക്കാൻ ഭൂത്തും അഴിമതിയും ചോദ്യം ചെയ്യുമ്പോൾ അവർക്കെതിരെ ശബ്ദമുയർത്തി അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് എത്രയോ കാലം തെളിയിച്ചതാണ്. ഇതിലും വലിയ സഖാക്കന്മാര് നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ശ്രീമാൻ പിണറായി വിജയൻ. അങ്ങ് പിണറായി വിജയൻ സർവപ്രതാപിയായി കണ്ണൂരിൽ വാണരുളിയ കാലത്ത് പിശാചി ജയരാജൻ എന്ന് വിളിക്കുന്ന ഒരു ജയരാജൻ, പി ജയരാജൻ അന്ന് കണ്ണൂരിൽ ഉഗ്രപ്രതാപിയായി വാഴുന്ന കാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ രോമത്തെ തൊടാൻ സാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂരിലെ നിങ്ങളുടെ സഖാക്കന്മാരോട് ചോദിച്ചാൽ മതി. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ തടയാൻ പോയിട്ട് ഞങ്ങളുടെ മുന്നേറ്റത്തെ ഒന്ന് ചെറുക്കാനുള്ള പ്രാണി പോലും ഇന്ന് കണ്ണൂരിലെ സഖാക്കന്മാർക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 100 വർഷക്കാലമായില്ലേ നമ്മൾ രണ്ടു കൂട്ടരും ഈ മഹാരാജ്യത്തെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. 1925 ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിത്തറയിട്ട RSS എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് രൂപീകൃതമായി. ഏതാണ്ട് അതേ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാൺപൂർ സമ്മേളനത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപം കൊണ്ടത്. എവിടെ എത്തി നിൽക്കുന്നു 2 പ്രസ്ഥാനങ്ങളും എന്ന് ജനാധിപത്യത്തെ സാഹൂതം വീക്ഷിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇന്ന് ഉപ്പുവെച്ച കലം പോലെയായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ മാലിന്യങ്ങളും തൂത്തുകൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് കേരളം എന്ന ഒരു ചെറു തുരുത്തിൽ നിങ്ങൾ ഇന്ന് അവശേഷിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ആ മാലിന്യവും കേരളത്തിലെ ജനങ്ങൾ തൂത്ത് അറബിക്കടലിൽ എറിയുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കുമ്പോ, മുഷ്കു കാണിക്കാൻ വരുമ്പോ അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരന്മാരുണ്ടെങ്കിൽ അവരോടാകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇത് പാർട്ടി വേറെയാണ്. ഞങ്ങള് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷക്കാലമാകുന്നു. നിങ്ങളുടെ പലവിധങ്ങളായ ഉപകരണങ്ങളും ഞങ്ങൾക്കെതിരെ എടുത്തു നോക്കി, ഞങ്ങളെ നിരോധിച്ചു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടങ്ങി. എത്രയാ ഞങ്ങൾക്ക് നേരെ നിങ്ങളെടുത്ത ആയുധങ്ങൾ. ഞങ്ങളിൽ എത്ര പേരുടെ ജീവൻ ഞങ്ങൾക്ക് ബലിദാനം നൽകേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ ഉയർത്തിയ കൊടി ഒരിടത്ത് പോലും താഴ്ന്നിട്ടില്ല എന്ന് സഖാക്കന്മാർ മനസ്സിലാക്കണം. പക്ഷെ നിങ്ങളുടെ കൊടി ഇന്ന് കാണണമെങ്കിൽ കേരളം വിട്ടാൽ അങ്ങ് ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ മാത്രമായി അധപ്പതിച്ചു, അവശേഷിച്ചു. ഞങ്ങൾ ഉയർത്തിയ ഒരു കൊടിയും ഭാരതത്തിന്റെ ഒരു വാർഡിലും ഒരു ബൂത്തിലും ഇന്നേ വരെ താഴ്ത്തേണ്ട ഗതികേട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ സഖാക്കന്മാരുടെ അവസ്ഥ എന്താ? കേരളം വിട്ടാൽ നിങ്ങളുടെ പാർട്ടി ഉണ്ടോ? എവിടെയെങ്കിലും നിങ്ങളുടെ പാർട്ടി രൂപീകൃതമായ രാജസ്ഥാനിൽ നിങ്ങളുണ്ടോ? ജയ്പൂരിൽ നിങ്ങളുണ്ടോ? നിങ്ങളുടെ ആസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ദില്ലിയിൽ നിങ്ങളുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി EM ശങ്കരൻ നമ്പൂതിരിപ്പാടും MA ബേബിയും അല്ലാതെ ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ അതുപോലും സാധിക്കാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഗതികേടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ സഖാക്കന്മാരെ, ഞങ്ങള് BJP-ക്കാര് ഈ രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും താമസിക്കുകയാണെങ്കിലും അഭിമാനത്തോടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പോലും സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ലാത്ത പാർട്ടിയാണോ ഭാരതീയ ജനതാ പാർട്ടിയെ വരുത്താൻ വരുന്നത്?
അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ ഭാഷ ഞാൻ തിരിച്ചു പറയുകയാണ്. വെരിട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, അത് മടക്കി നാലായി കൈ വെച്ചാൽ മതിയെന്ന് ചുറ്റുകുളങ്ങരയിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്നില്ലേ? ഒന്നാം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടം മുതൽ പിണറായി വിജയന്റെ കാലഘട്ടം വരെയുള്ള സുദീർഘമായ കാലഘട്ടം നിങ്ങൾ ഭരിച്ചില്ലേ? നിങ്ങൾ ജനവിരുദ്ധമായ എത്രയാ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്? ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത എത്രയോ തീരുമാനങ്ങൾ, ജനദ്രോഹമായ സർക്കാരുകളാണ് നിങ്ങളുടേതെന്ന് എത്രയാ സംഭവങ്ങൾ തെളിയിച്ചത്? ത്രിപുരയിലും ബംഗാളിലുള്ള ജനങ്ങളെ നിങ്ങളെ പിറങ്കാലിൽ അടിച്ചു കഴിഞ്ഞു. 36 വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാൾ ഭരിച്ചത്. 36 വർഷം, 3.5 പതിറ്റാണ്ട് കാലം ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ള 2 മുഖ്യമന്ത്രിമാർ 35 വർഷം, 36 വർഷക്കാലം പശ്ചിമ ബംഗാൾ ഭരിച്ചു. എന്താ ബംഗാളിന്റെ അവസ്ഥ? നിങ്ങൾ അധികാരത്തിലേറിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും കേരളം ഐക്യകേരളം രൂപപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ കേരളത്തിന് തനതായി ഉണ്ടായിട്ടുള്ള എല്ലാവിധ നന്മകളെയും എല്ലാവിധ നേട്ടങ്ങളെയും നിങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സഖാക്കന്മാര് നാഴികക്ക് 40 വട്ടം പറയുന്നത് കേരളത്തെ ഞങ്ങൾ 1-ാം നമ്പർ ആക്കി എന്നാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഖാവ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഖാവേ, നിങ്ങൾ കേരളത്തെ ഒന്നിടവിട്ട വർഷങ്ങളിലല്ലേ ഭരിച്ചിട്ടുള്ളൂ? ആദ്യമായിട്ടല്ലേ തുടർച്ചയായി 2 ടേം നിങ്ങൾക്ക് ഭരണം കിട്ടിയത്? ഒന്നിടവിട്ടുള്ള ടേമുകളിൽ മാത്രം ഭരിച്ച കേരളം നിങ്ങൾ 1-ാം നമ്പർ ആക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് 36 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ച ബംഗാളിനെ നിങ്ങൾ 1-ാം നമ്പർ ആക്കാതിരുന്നത്? അതിനുകൂടി മറുപടി പറയട്ടെ. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ ബംഗാളിലെ ജനങ്ങൾ കമ്മ്യൂണിസത്തെ വിശ്വസിച്ചില്ലേ? അവർ തുടർച്ചയായി 36 വർഷം അവരുടെ നെഞ്ചേറ്റിയില്ലേ ഈ പ്രസ്ഥാനത്തെ? അവരുടെ ജീവന തുല്യം അവർ ഈ ചെങ്കൊടിയെ സ്വീകരിച്ചില്ലേ? അവർ ഉയർത്തിക്കൊണ്ട് നടന്നില്ലേ? എന്താ നിങ്ങൾ അവർക്ക് തിരികെ കൊടുക്കണം? ബംഗാളിലൊന്നും പോകണം. സർവവും മുടിച്ച ഒരു സംസ്ഥാനം, സകല മേഖലകളും തകർന്ന് തരിപ്പണമായ ഒരു സംസ്ഥാനം നമുക്ക് കേരളത്തിൽ തന്നെ കാണില്ലേ? ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്ത്യയുടെ തലച്ചോറായിരുന്നു. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ഇറ്റില്ലമായിരുന്നു ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും തലപ്പത്തുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. രാമകൃഷ്ണദേവന്റെ ബംഗാൾ, വിവേകാനന്ദ സ്വാമിയുടെ ബംഗാൾ, രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ബംഗാൾ, ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാൾ, അഗ്നി റോയിയുടെ ബംഗാൾ, അങ്ങനെ തുടങ്ങി എത്രയെത്ര നേതാക്കന്മാരെ, എത്രയെത്ര വിപ്ലവകാരികളെ, എത്രയെത്ര പ്രതിഭാശാലികളെ ഈ രാഷ്ട്രത്തിന് സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. എന്താ ഇന്ന് ബംഗാളിന്റെ അവസ്ഥ? വിവേകാനന്ദന്റെയും രാമകൃഷ്ണദേവിന്റെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയൊക്കെ പിൻഗാമികൾ എന്താ ചെയ്യുന്നത്? എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കക്കൂസ് പോരാൻ വരികയാണ്. നമ്മുടെ വീടുകളിൽ വാഴയ്ക്ക് തറവെടുക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്നതാരാ? കേരളത്തിലെ അങ്ങോട്ടുള്ള തട്ടുകടകളിൽ പൊറോട്ട അടിക്കുന്നതാരാ? വിവേകാനന്ദന്റെ പിൻഗാമി, രാമകൃഷ്ണദേവന്റെ പിന്മുറക്കാരൻ, രവീന്ദ്രനാഥ ടാഗോറിന്റെ പാരമ്പര്യം പേർന്നവൻ. 36 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ബാക്കിപത്രമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൻ പോലും സുവർണ ബംഗാൾ എന്ന് വിളിച്ച ബംഗാളിനെ അക്ഷരാർത്ഥത്തിൽ നിരക്ഷരരുടെയും തോട്ടികളുടെയും വൃക്ഷക്കാരുടെയും തെണ്ടികളുടെയും നാടാക്കി മാറ്റി. ഇന്ന് ഈ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തെ ജനങ്ങൾ തൊഴിലിനു വേണ്ടി അലഞ്ഞു തിരിയുന്നുണ്ട് എങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 36 വർഷം ഭരിച്ച ബംഗാൾ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം. പിന്നെ രണ്ടാമതൊരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ്. മലയാളി അലഞ്ഞു തിരിയുന്നവർ കേരളത്തിലിരിക്കുന്ന നാം കാണുന്നില്ല എന്നേ ഉള്ളൂ. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും മലയാളിയുണ്ട് എന്ന് നാം അഭിമാനത്തോടെ പറയുകയാണ്. അത് യഥാർത്ഥത്തിൽ അഭിമാനബോധമാണോ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവൻ നാട് വിട്ടതാണോ എന്ന് കൂടി നാം ചിന്തിക്കണം. ഇന്ന് മലയാളിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അന്യസംസ്ഥാനത്തൊന്നും വരണ്ടേ? വേണോ? 44 നദികളുള്ള നാടാണ് കേരളം. വർഷത്തിൽ 6 മാസം സമൃദ്ധമായി മഴ കിട്ടുന്ന ഒരു നാടാണ് കേരളം.
പക്ഷേ എനിക്കും നിങ്ങൾക്കും കുടിവെള്ളം ദാഹം ശമിപ്പിക്കണമെങ്കിൽ ബഹിരാഷ്ട്ര കുത്തകകളുടെ പാക്കറ്റ് വെള്ളത്തെ ആശ്രയിക്കണം. ആരാണ് ഈ നാടിനെ ഇങ്ങനെ ഗതികളിലേക്ക് തള്ളിവിട്ടത്? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ പറയും ഇത് 1-ാം നമ്പർ കേരളമാണ് എന്ന്. സഖാക്കന്മാരെ, ഞങ്ങൾക്ക് കേരളം 1-ാം നമ്പർ ആകുന്നതിൽ അഭിമാനമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ 956-ൽ ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? അതുകൂടി നാം അറിയണ്ടേ? സഖാക്കന്മാർ ഞങ്ങൾ ഇതിനെ അങ്ങ് 1-ാം നമ്പറാക്കി എന്ന് പറയുമ്പോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? 956-ൽ ഐക്യ കേരളം രൂപപ്പെടുമ്പോ ഈ സംസ്ഥാനം പലവിധങ്ങളായ സൂചികകളിൽ രാജ്യത്ത് 1-ാം നമ്പർ തന്നെയായിരുന്നു. ഭാരതം സ്വതന്ത്രമാകുമ്പോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്ക് കുറവുള്ള സംസ്ഥാനം കേരളമായിരുന്നു. 947-ൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ പട്ടിണി മരണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമായിരുന്നു. സാക്ഷരതയിൽ 1-ാം സ്ഥാനം കേരളത്തിലായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ 947-ൽ തന്നെ 1-ാം സ്ഥാനം കേരളത്തിലായിരുന്നു. സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1-ാം സ്ഥാനം കേരളത്തിലായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ തുടങ്ങി എല്ലാ സൂചികകളിലും ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും കേരളം 1-ാമതായിരുന്നു എന്ന് നാം അറിയണം. അല്ലാതെ ഒരു സഖാവിന്റെയും മിടുക്കുകൊണ്ടോ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മസിൽ പെരുക്കം കൊണ്ടുവന്നുമല്ല കേരളം 1-ാം നമ്പർ ആയതോ. കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ 1-ാം നമ്പർ ആയിരുന്നു. ആ 1-ാം നമ്പർ കേരളത്തെ നിങ്ങൾ എവിടെ എത്തിച്ചു എന്നല്ലേ നാം അറിയേണ്ടത്? 65 വർഷത്തെ ഭരണം പൂർത്തിയാവുകയല്ലേ? ഇടത് വലത് നേതാക്കന്മാരുടെ 68 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോ എവിടെയാണ് കേരളം എത്തി നിൽക്കുന്നത്? കേരളത്തിന് ഏത് സൂചികയിലാണ് ഈ 1-ാം സ്ഥാനമുള്ളത്? നിങ്ങൾക്ക് PR വർക്ക് കൊണ്ട്, തള്ളി മറിക്കലുകൾ കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ഒത്തിരി 1-ാം നമ്പറുകളുണ്ട്. യഥാർത്ഥത്തിൽ മലയാളി എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് ലോകത്തിൽ മലയാളിയുടെ സ്ഥാനം? എവിടെയാണ്? ഞാൻ ചോദിക്കും, കുടിവെള്ളമുണ്ടോ? മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമുള്ള കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തതയുണ്ടോ? നമുക്ക് മരുഭൂമികളില്ല, വരൾച്ചയില്ല. ഞാൻ പറഞ്ഞു 44 നദികളും വർഷത്തിൽ 6 മാസം മഴയും കിട്ടുന്ന ഒരു കേരളത്തിൽ കുടിവെള്ളം വേണമെങ്കിൽ നമുക്ക് ബഹിരാഷ്ട്ര കുത്തകകളുടെ കുപ്പിവെള്ളത്തെ ആശ്രയിക്കണം. ഇന്ന് തുടർച്ചയായി 3 ദിവസം മഴ പെയ്താൽ കേരളത്തിൽ പ്രളയമാണ്. സൂര്യൻ 3 ദിവസം ഉച്ചസ്ഥായിയിലെത്തിയാൽ വരൾച്ചയാണ്. ആരാണ് ഉത്തരവാദി? മലയാളിയുടെ അടുപ്പിൽ പുകയണമെങ്കിൽ, മലയാളിക്ക് അവിയൽ വെക്കണമെങ്കിൽ, സാമ്പാർ വെക്കണമെങ്കിൽ, തോരൻ വെക്കണമെങ്കിൽ തമിഴൻ പണിയെടുക്കണം, വേണ്ടേ? തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അതിർത്തി കടന്ന് പച്ചക്കറികൾ വന്നാൽ നാം മലയാളികൾ മുഴുവൻ സദ്യ കൂട്ടും. നമ്മുടെ അടുപ്പ് പുകയുന്നത് അപ്പോഴാണ്. മലയാളിക്ക് തമിഴൻ നൽകുന്ന വിഷ പച്ചക്കറി കഴിച്ച് ക്യാൻസർ സെന്ററുകളിൽ അഭയം പ്രാപിക്കാനാണ് വിധി. ആരാണ് ഈ നാടിനെ ഇങ്ങനെ തള്ളിവിട്ടത്? ചിന്തിക്കണ്ടേ? ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭരിച്ചവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ? മലയാളി വിഷം കളിച്ച പച്ചക്കറികൾ കഴിച്ചാൽ മതി എന്ന് ആരുടേതാണ് തീരുമാനം? എവിടെ പോയി മലയാളിയുടെ വിഖ്യാതമായ കാർഷിക സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു ഐക്യകേരളം രൂപപ്പെടുമ്പോ കേരളത്തിന്റെ കൃഷി മേഖലയുടെ വ്യാപ്തി എത്രയായിരുന്നു? എത്ര ലക്ഷം ഹെക്ടർ ഭൂമിയായിരുന്നു കേരളത്തിൽ കൃഷി ഉണ്ടായിരുന്നത്? ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കൃഷി എന്നുള്ളത് മലയാളികളുടെ പേടി സ്വപ്നമാണ്. എവിടെയെങ്കിലും അന്തസ്സോടെ ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടോ? ആരാ ഉത്തരവാദി? ഇവിടെ വിളവിറക്കാൻ, കൊയ്യാൻ, ഞാറ് നടാൻ യന്ത്രം വന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ വെരുട്ടി ഓടിച്ചു. യന്ത്രവൽക്കരണം സമ്മതിച്ചില്ല. പ്രാകൃത രീതി മതി. കാരണം എന്താ? കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളികളെ കൂട്ടാൻ തൊഴിലാളികൾ വേണം. മലയാളിയെ യന്ത്രവൽകൃത കൃഷി രീതിയിൽ നിന്ന് മാറ്റി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടെന്താ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും യന്ത്രവൽകൃത കൃഷി രീതി അവര് സ്വീകരിച്ചു.
രാജ്യത്തെ കാർഷിക മേഖല റെക്കോർഡ് പ്രൊഡക്ഷനിലാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഭാരതത്തിൽ നിന്ന് പട്ടിണി കടന്നു കേൾക്കാനില്ല. 2018 കോവിഡ് മഹാമാരി വന്നപ്പോ അന്ന് തുടങ്ങിയ സൗജന്യ റേഷനിങ് നരേന്ദ്രമോദി സർക്കാർ ഈ 2025 തുടരുകയാണ്. രാജ്യത്തെ 75 കോടി ജനങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലമായി സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നത്. എവിടെയാ കേരളത്തിന്റെ സ്ഥാനം? കേന്ദ്ര പൂളിൽ നിന്നും റേഷൻ വിഹിതം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും അടുത്തുകയുമോ? കഞ്ഞി കുടിക്കാനുള്ള ശേഷിയുണ്ടോ കേരളത്തിന്? രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പച്ചക്കറിയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലാണ്. മരുഭൂമിയുള്ള രാജസ്ഥാൻ പല വ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ മുന്നേറുന്നു. പഞ്ചാബ് റെക്കോർഡ് ഗോതമ്പ് പ്രൊഡക്ഷനാണ്. ഛത്തീസ്ഗഡിൽ രാജ്യത്തിന്റെ നെല്ലറ, റൈസ് ബോൾ ഓഫ് ഇന്ത്യ എന്നാണ് ഛത്തീസ്ഗഡിനെ അറിയപ്പെടുന്നത്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃഷിയുടെ കാര്യത്തിൽ ഉത്തർപ്രദേശ്, ഇത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മെക്കനൈസേഷൻ ഉള്ള കൃഷി നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അത്യന്താധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കൃഷി ഇറക്കാൻ കർഷകർക്ക് കോടിക്കണക്കിന് രൂപ ധനസഹായം കൊടുക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കർഷകൻ അത് വാങ്ങാനുള്ള യോഗമുണ്ടോ? കാരണം നിങ്ങളുടെ കൃഷിയിടങ്ങളില്ല. കൃഷിയിടങ്ങളിൽ നിങ്ങൾ നെല്ല് വിതച്ചാൽ അത് ഏതെങ്കിലും കർഷകന്റെ ഭാഗ്യത്തിന് അത് നല്ല വിളവ് തന്നാൽ എടുക്കാൻ ആളില്ല. നമ്മുടെ തൊട്ടടുത്തല്ലേ അപ്പുറത്ത് ഈ പള്ളിപ്പാടിനപ്പുറത്ത് ഹരിപ്പാട്, പള്ളിപ്പാട്, വിയ്യപുരം തുടങ്ങിയ മേഖലകൾ അങ്ങോട്ട് കുട്ടനാട്ടിലേക്ക് ചെന്നാൽ കർഷകന്റെ നെല്ല് സംഭരിക്കാൻ ഇത് ആളില്ല. നെല്ല് സംഭരിച്ചാലോ? പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ മാത്രം നിൽക്കുന്ന വിചിത്രമായ ഒരു നെല്ല് സംഭരണ രീതിയുണ്ട്. എന്താണെന്നറിയോ? സാധാരണഗതിയിൽ പഞ്ചാബിലോ ഛത്തീസ്ഗഡിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ അരി ഉൽപ്പാദിപ്പിച്ചാൽ, നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ നേരിട്ട് കമ്പനികൾ വന്ന് ആ നെല്ല് സംഭരിച്ച് നിങ്ങളുടെ പണം അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കർഷകന് അപ്പോ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ നിലനിൽക്കുന്ന രീതി. നമ്മുടെ കേരളത്തിലോ 1-ാം നമ്പർ കേരളത്തിന്റെ രീതി എന്താണെന്ന് അറിയാമോ? എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ചെവി തുറന്ന് കേൾക്കണം. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിലെ കർഷകരെ കബളിപ്പിക്കുന്നത് എന്ന്. കുട്ടനാട്ടിലെ കർഷകൻ നെല്ല് ചുമന്ന് മെതിച്ച് ചുമന്ന് കരയിലെത്തിച്ചാൽ കമ്പനികൾ വന്ന് നെല്ല് സംഭരിക്കും. സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. പാഡി റെസീറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് 10 കിൻഡൽ നെല്ല് 10,000 രൂപയ്ക്ക് എടുക്കുന്നു എന്നിരിക്കട്ടെ, കർഷകര് 10,000 രൂപ സ്വാഭാവികമായി കിട്ടും. ഇതാണ് നാട്ടു നടപ്പ്. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ 10,000 രൂപയ്ക്ക് തുല്യമായ ഒരു ചീട്ട് നിങ്ങൾക്ക് തരും. ഒരു ഭാഗ്യക്കുറി പോലത്തെ ഒരു നോട്ട് തരും. ഈ നോട്ടുമായി നിങ്ങൾ തൊട്ടടുത്ത ബാങ്കിൽ ചെല്ലണം. അപ്പൊ നാം വിചാരിക്കും ഈ ചീട്ട് കൊടുത്ത ഉടനെ ബാങ്കിൽ നിന്ന് പണം കിട്ടുമെന്ന്. കിട്ടില്ല. പിന്നെയോ, നിങ്ങൾക്ക് കിട്ടേണ്ട 10,000 രൂപ നിങ്ങളുടെ പേരിൽ ലോണായി അനുവദിക്കും. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ തലതിരിഞ്ഞ നയത്തെ പറ്റി? അതായത് ലോൺ എടുത്ത്, വായ്പ എടുത്ത്, കഷ്ടപ്പെട്ട് കൃഷി ഇറക്കി വിളവ് കൊയ്ത് കരയിലെത്തിച്ച് അത് കമ്പനികൾക്ക് കൊടുത്താൽ ആ പണം നിങ്ങൾ തന്നെ ലോൺ എടുത്തോണം. സർക്കാർ ചെയ്ത ഉദാഹരണം എന്താണെന്ന് അറിയാമോ? ആ ലോണിന് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും. പലിശ ആരടക്കണം? നമ്മൾ അടക്കണം. സർക്കാരിന്റെ ഗ്യാരണ്ടിയേ ഉള്ളൂ. സർക്കാർ പണം തരുന്നത് 2 വർഷം വൈകിയാണെങ്കിൽ ആ 2 വർഷത്തെ പലിശ കർഷകൻ അടക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ 1-ാം നമ്പർ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാക്കി വന്നിരിക്കുന്ന രീതിയാ. ഏതെങ്കിലും ഒരു കർഷകന് നെല്ല് നേരിട്ട് ഒരു മില്ലുടമയ്ക്ക് കൊടുക്കാൻ സമ്മതിച്ചാൽ അപ്പോൾ വരും കൊടി പിടിച്ചുകൊണ്ട് ഒരു ചെങ്കോണ കൊണ്ട് നൽകുമാരുടെ കയ്യിൽ അതും പൊക്കിക്കൊണ്ട് അപ്പോൾ വരും. കർഷകനെ ഭീഷണിപ്പെടുത്തി അവന്റെ മാഫിയ സംഘത്തിന്റെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് കർഷകനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവന് നേരിട്ട് നെല്ല് വിൽക്കാനുള്ള സാഹചര്യം ഇവർ ഒരുക്കിയിട്ടില്ല. ഇതാണ് 1-ാം നമ്പർ കേരളം. ഛത്തീസ്ഗഡിലാരും കൃഷി ചെയ്തില്ല എങ്കിൽ, ആന്ധ്രക്കാരൻ നെല്ല് വിതച്ചില്ല എങ്കിൽ മലയാളി കഞ്ഞി കുടിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് 1-ാം നമ്പർ കേരളം. കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാക്കി വെച്ച കേരളമാണ്. ഇനിയോ ഒരു ഓംലെറ്റ് കഴിക്കണമെങ്കിൽ മുട്ടയുണ്ടോ കേരളത്തിൽ? കോഴികൾ ധാരാളമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധാരാളമുണ്ട്. ശശി അടക്കമുള്ളവരുണ്ട്. ഞാൻ പേരൊന്നും നടത്തും. കോഴികൾ ധാരാളമുണ്ട്. പക്ഷേ
മുട്ട വേണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരണം ഓമലിട്ട് കഴിക്കാൻ. ചിക്കൻ ഫ്രൈ കഴിക്കണമെങ്കിൽ, ബീഫ് കഴിക്കണമെങ്കിൽ, മട്ടൻ കഴിക്കണമെങ്കിൽ അതിർത്തി കടന്ന് വരണം. എന്താ പിന്നെ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്തിന്റെ ലേബലില 1-ാം നമ്പർ ചമയുന്നത്? ചെറുപ്പക്കാർ പിള്ളേർ ധാരാളം കടന്നു പോകുന്നുണ്ട്. നമ്മുടെ 8 വീടുകളിൽ മക്കളുണ്ട്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ 12ാം ക്ലാസ് കഴിഞ്ഞ ചെറുപ്പക്കാരോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ പരിപാടി? മറ്റേ മോഹൻലാൽ ചോദിച്ചില്ലേ വൈകിട്ട് എന്താ പരിപാടി? അതുപോലെ ചില മക്കളോടൊന്ന് ചോദിച്ചു നോക്ക്. 15 വയസ്സ് കഴിഞ്ഞ 17 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരോട് ചോദിക്കുക, എന്താ നിന്റെ പ്ലാൻ? അപ്പൊ അവൻ പറയും, എങ്ങനെങ്കിലും നാട് വിടണം. അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, നിനക്ക് എവിടെ പഠിക്കണം? ബാംഗ്ലൂരിൽ പോകണം, ചെന്നൈയിൽ പോകണം, കാനഡയിൽ പോകണം, ദില്ലിയിൽ പോകണം. 12ാം ക്ലാസ് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിൽ നിനക്ക് എവിടെ പോകണം? അമേരിക്കയിൽ പോകണം, ദില്ലിയിൽ പോകണം, ഇപ്പൊ യുപിയിൽ പോകണം, ഗുജറാത്തിൽ പോകണം. എന്തേ 1-ാം നമ്പർ കേരളം ആർക്കും വേണ്ടാത്തു? എവിടെയാ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുതൽ മുടക്കാൻ വന്ന മുഴുവൻ ആൾക്കാരെയും മാറ്റി ഓടിച്ചില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാൻ അന്നത്തെ സർക്കാരുകൾ തീരുമാനമെടുത്തപ്പോ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികരിച്ചത്? വലിയ ലഹള. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഭാരതം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കലാപം അഴിച്ചുവിട്ടവര്. കേരളത്തിന്റെ മുഴുവൻ കലാലയങ്ങളും കേരളത്തിന്റെ മുഴുവൻ തെരുവുകളും ചോര കൊണ്ട് നനഞ്ഞു. ആരുടെ ചോര? ഏതോ കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ ചോര. നേതാവിനെന്താല്ലേ? അണികള് അടികൊണ്ട് പിളർന്ന് നിലത്ത് വീണു. പുഷ്പനടക്കം 6 രക്തസാക്ഷികളെ കിട്ടി. അല്ലെ? മധുവും റോഷനും അടക്കം 5 രക്തസാക്ഷികൾ അപ്പോ തന്നെ വെടിയേറ്റ് വീണു കണ്ണൂരിന്റെ മണ്ണിൽ, കൂത്തുപറമ്പിൽ. അവസാനം 6ാമത് ഒരെണ്ണത്തെക്കൂടെ കിട്ടി, ജീവശവമായ പുഷ്പനെ. അല്ലെ? 5 രക്തസാക്ഷികളെ ശ്രദ്ധിച്ചിട്ട് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്? കേരളത്തിലെ ഡിവൈഎഫ്ഐ സഖാക്കന്മാര് കേരളത്തിന്റെ തെരുവുകളിൽ അടികൊണ്ട് വീഴുമ്പോ തലപിളർന്ന് ചോര ഒഴുകി അവന്റെ ശിഷ്ട ജീവിതം വീഴ്ചകളിൽ തല്ലി നിൽക്കുന്ന സഖാക്കന്മാരുണ്ട് ഇവിടെ. ആ സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ മകൾ എവിടെയായിരുന്നു? എവിടെയായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മകള്? നിങ്ങൾ കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ കോളേജിൽ കോടികളിൽ തലവരിപ്പണം കൊടുത്ത പിണറായി വിജയന്റെ മകള് പഠിക്കുകയായിരുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ നടപ്പാക്കുന്ന 1-ാം നമ്പർ കേരളം. കമ്മ്യൂണിസ്റ്റുകാര് സഖാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ചെവി തുറന്ന് കേട്ടോണം. നിന്നെയൊക്കെ നിന്റെ സഖാക്കന്മാര് ഉളുപ്പില്ലാതെ പറ്റിച്ചതിന്റെ കഥയാ പറയുന്നത്. അതുകൊണ്ട് ഈ ചെങ്കോണകവുമായി പിടിച്ച ഏതെങ്കിലും ഒക്കെ സഖാക്കന്മാർ ഇന്നും അഭിമാന ബോധത്തോടെ നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് പറയാൻ ഒന്നേയുള്ളൂ, നിന്നെയൊന്നും രക്ഷിക്കാൻ ഈശ്വരന് പോലും സാധ്യമല്ല. കാരണം നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ സമർത്ഥമായി വഞ്ചിക്കുകയാണ്. സഖാക്കന്മാർ തെരുവിൽ അടികൊള്ളുമ്പോ വീണ വിജയൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ എട്ടിമേടയിൽ കോയമ്പത്തൂർ അമൃതയുടെ ക്യാമ്പസിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി. ആരാ വാങ്ങിക്കൊടുത്തതെന്ന് അറിയാമോ? ലീല കൃഷ്ണൻ നായർ. ലീല ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ മുതലാളി ബൂർഷ്വാ എന്ന നാഴികയ്ക്ക് 40 വട്ടം കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ അധിക്ഷേപിക്കുന്ന കുത്തക മുതലാളിയായ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ഫോൺ ചെയ്ത് അമൃത കോളേജിൽ ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുത്തു. ആർക്കു വേണ്ടി? തൊഴിലാളി വർഗ നേതാവായ സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി ഗർജിച്ച, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ഗർജിച്ച സിംഹമായ പിണറായി വിജയന്റെ മകൾക്ക് പഠിക്കാൻ കുത്തക മുതലാളിയായ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ, കുത്തക ദൈവമായ ബൂർഷ്വാ സ്ത്രീയായ അമൃതാനന്ദമയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അമ്മ ദേവതോതി ഒരു സീറ്റ് അനുവദിച്ചത് കൊണ്ട് ഇന്ന് വീണ വിജയൻ ക്ലിഫ് ഹൗസിൽ ഇന്ന് മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. സഖാക്കന്മാർ അറിയണം. കഴിഞ്ഞ ദിവസം പിണറായി ചോദിച്ചില്ലേ, എന്റെ മകനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്? അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എവിടെയാണ് സഖാവേ മകൻ? എവിടെ പോയി? അല്ലെ? സഖാക്കന്മാര് തെരുവിൽ നിന്ന് അടികൊള്ളുകയാണ്. സ്വാശ്രയ കോളേജിനെതിരെ 5 പേരെ വെടിവെച്ചു വന്നു. പിണറായിയുടെ മകൻ വിവേക് പഠിച്ചത് അങ്ങ് ലണ്ടനിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ്. സഖാക്കന്മാർ എന്ത് ചെയ്യുക? ആ സമയത്ത്
പുഷ്പന്റെ കട്ടിലിന് ചുറ്റും നിന്ന് പാട്ടുപാടുക. പുഷ്പനെ അറിയാമോ സഖാ? പുഷ്പനെ അറിയാമോ? ഞങ്ങൾക്ക് അതാ ചോദിച്ചത്, പുഷ്പൻ ഇത് വല്ലതും അറിയാമായിരുന്നു ആ പാമ്പ് പിടിച്ചത് അല്ലെ? ഈ നാട്ടിൽ നടന്നത് എന്തെങ്കിലും പുഷ്പൻ അറിഞ്ഞിട്ടുണ്ടോ? അവസാനം ആ പാവം ജീവക്ഷമമായി 10-24 വർഷം കിടന്ന് നരകയാതന അനുഭവിച്ച പുഷ്പനും ഇഹലോകവാസം വെടിഞ്ഞപ്പോ സഖാക്കന്മാര് വലിയ കൊട്ടുപാട്ടുമായി പുഷ്പനെ വലിയ രക്തസാക്ഷി പരിവേഷത്തോടുകൂടിയാണ് യാത്രയാക്കിയത്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദനും ദേരാജനും അടക്കമുള്ള നേതാക്കന്മാര് 4 ചിറയുടെ 4 ചുറ്റും നിന്ന് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. ഇതിലും വലിയ വഞ്ചന കാണിക്കാൻ ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ലാതെ ആർക്കാ സാധിക്കുക? ഇതാണ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്ന 1-ാം നമ്പർ പേരോളം. നല്ല വിദ്യാഭ്യാസം വേണമെങ്കിൽ കേരളത്തിന് പുറത്തു പോകണമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ആ 2 മക്കളെയും വെളിയിലെടുത്ത് പഠിപ്പിച്ചു. ഇനി തൊഴിലെടുക്കണമെങ്കിൽ കേരളത്തിൽ എവിടെയാ ഒരു തൊഴിൽശാലയുള്ളത്? 10 വർഷമായില്ലേ? 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് കാരണഭൂതനായ പിണറായി വിജയന്റെ ഭരണം 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സഖാക്കന്മാര് തിരുവാതിര കളിക്കുകയായിരുന്നു പിണറായി വിജയന്റെ ചുറ്റും നടന്ന്. കാരണഭൂതനെയായില്ലേ ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടുന്ന കാരണഭൂതനെ ചുറ്റും നടന്ന് തിരുവാതിര കളിക്കുന്ന സഖാക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഖാവെ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്താണ് പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി ചെയ്തത്? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഖാവിന് മറുപടി പറയണമെങ്കിൽ ഉചിതമായ മറുപടി പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഈ പണി നിർത്താൻ തയ്യാറാണ്. പിണറായി വിജയൻ 2016 കേരളത്തിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോ കേരളത്തിന്റെ പൊതുകടമകൾ 1.25 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കെടുകാര്യസ്ഥത മൂലം മലയാളികളുടെ തലയിലുണ്ടായ ഭാരം 1.25 ലക്ഷം കോടി. കാരണഭൂതന്റെ 9.25 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 4 ലക്ഷം കോടിയായി. അതിപ്പോ 4.5 എന്ന് പറയും. പോയിക്കോട്ടെ, 4 ലക്ഷം. 2.25 ലക്ഷം കോടി രൂപ കൂടി കാരണഭൂതൻ 9 വർഷത്തെ ഭരണം കൊണ്ട് കടമുണ്ടാക്കി കേരളത്തിൽ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഖാവിന് എന്ത് പദ്ധതി നടപ്പാക്കിയിട്ടാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവരുടെ ഭാവി ജീവിതം കൈപിടിപ്പിക്കാൻ, കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ നേടി അന്യ സംസ്ഥാനത്തേക്കും കടൽ കടന്നു പോകാതിരിക്കാനുള്ള എന്ത് പദ്ധതി നടപ്പാക്കിയിട്ടാണ് കേരളത്തിന് 3.5 ലക്ഷം കോടി രൂപയുടെ കൂടി കടമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുതരാമോ? ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടോ പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണത്തിനിടയിൽ? പിന്നെ എങ്ങനെ, എന്തിനാണ് 4.5 ലക്ഷം കോടി രൂപയായി കേരളത്തിന്റെ പൊതുകടം എന്ത് ചെയ്തിട്ടാണ് കൂടിയത്? പറയട്ടെ. പിണറായി വിജയന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു കേരളം. പിണറായി വിജയൻ പറഞ്ഞില്ലേ കേരളയിൽ വരും കേട്ടോ. എവിടെ വന്നത്? എവിടെയാണ് വന്നത്? അപ്പൊ ഈ പാവപ്പെട്ട സഖാക്കന്മാരെ ഇങ്ങനെ ആവേശം കൊള്ളിക്കാൻ, അവർക്ക് ഫേസ്ബുക്കിൽ റീലുകളിട്ട് കളിക്കാൻ, ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് വീഡിയോകൾ, എന്താണ് ഇൻസ്റ്റാഗ്രാം വീഡിയോകളിടാനൊക്കെ ചില തള്ളുകൾ തള്ളി മറിക്കും എന്നതിനപ്പുറത്തേക്കോ പിണറായി വിജയൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പായിട്ടുണ്ടോ? പിണറായി വിജയൻ പറഞ്ഞില്ലേ കേരളത്തിൽ CAA നടപ്പാക്കില്ല. എന്നിട്ട് നടപ്പായില്ലേ? പിണറായി വിജയൻ പറഞ്ഞു നോട്ട് നിരോധനം വലിയ ബ്ലണ്ടറാണ്. കേരളം ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുകയില്ല. എന്തായിരുന്നു മാരാരിക്കുളത്തുനിന്ന് ജയിച്ചുപോയ MLA തോമസ് ഐസക് പറഞ്ഞത്? ഡിജിറ്റൽ മണിയോ ബ്ലണ്ടർ. എന്താ പറഞ്ഞത്? തോമസ് ഐസക്കിന്റെ പ്രശസ്തമായ ഒരു വീഡിയോ ഇല്ലേ? ഈ നാട്ടിലെ കൈക്ക് കച്ചവടക്കാരും മീൻകാരും ചെരുപ്പ് കുത്തി പഴം കച്ചവടം ചെയ്യുന്നവർ, കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവരൊക്കെ ഇനി ഡിജിറ്റൽ ഇടപാട് നടത്തുക. ചുമ്മാതെ മോദിയുടെ മണ്ടത്തരമെന്നല്ലേ തോമസ് ഐസക് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാട് നടക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറി. കേരളത്തിലേക്ക് നടക്കുന്ന ഇടപാടുകളുടെ 70 മുതൽ 80% വരെ ഡിജിറ്റൽ ഇടപാടുകളായി മാറിയതാ. ഇവിടെ പോയി. പിന്നീട് എന്താ പിണറായി വിജയൻ പറഞ്ഞത്? കേരളത്തില് ആരോഗ്യ വകുപ്പില് പണം കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പേര് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് മാറ്റണം.
എന്താണ് കോഴഞ്ചേരിക്കാരി ആറളക്കാരി വീണാലോട് എന്താ പറഞ്ഞത്? ഇവിടെ നടപ്പില്ല, അത് നടക്കില്ല എന്ന് പറയാൻ നട്ടലുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഖാക്കന്മാർക്ക് എഴുത്തും വായനയും അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ ആശുപത്രിയുടെ ബോർഡ് പോയി ഒന്ന് വായിക്കണം. എല്ലായിടത്തുമുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. പിണറായി വിജയൻ നടപ്പില്ല എന്ന് പറഞ്ഞു, അത് നമ്മൾ നടപ്പാക്കി. ഇനി അടുത്ത കാര്യം എന്താ? കഴിഞ്ഞ ദിവസം PM ശ്രീ പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ നയം എന്തൊക്കെയായിരുന്നു? ശിവൻകുട്ടിയും പിണറായി വിജയനും എന്താ നമ്മുടെ TP രാമകൃഷ്ണനും MV ഗോവിന്ദനും ഒക്കെ എന്തായിരുന്നു ലഹള കേരളത്തിൽ? അത് മോദിയുടെ കയ്യിൽ വെച്ചാൽ മതി, വെരിട്ടും വിലവേശലും ഇങ്ങോട്ട് വേണ്ട, കേരളം എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ്, ഭരത്തേക്കാൻ കേട്ടോ എന്തൊക്കെയായിരുന്നു? അവസാനം അവിടെ പോയി ധർമ്മേന്ദ്ര പ്രധാന കാലയിൽ സർക്കാരം വീണ് PM ശ്രീ നടപ്പാക്കി. ഇപ്പൊ CPI-ക്കാര് തെരുവ് തോറും കരഞ്ഞു നടക്കുകയാണ്. അല്ല, നമ്മുടെ നാട്ടിൽ കാണത്തില്ല ചില ചാവാലി പട്ടികൾ ഇങ്ങനെ ഓരിയിട്ട് നടക്കുന്നത് ആ ലൈനിലാണ്. എല്ലാ മൈക്കിലാടുകളും CPI-ക്കാർ കരയുകയാണ്. ഞങ്ങളെ അവഗണിച്ചു അല്ലെ? ശിവൻകുട്ടി വളരെ വാടിവന്ന അക്ഷരത്തിൽ വ്യക്തമായി പറഞ്ഞു, CPI-യുടെ വെരുട്ട് അവിടെ വെച്ചാൽ മതി, ഞങ്ങൾക്ക് പണമാണ് പ്രധാനം. അതാണ് എന്നെ കേൾക്കുന്ന സഖാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പാർട്ടിക്ക് പ്രധാനം പണമാണ്. പണം കിട്ടിയാൽ അവര് എന്തും ചെയ്യും. സഖാക്കന്മാരെ കുരുതി കൊടുക്കണോ? കള്ളക്കഥകൾ പ്രചരിപ്പിക്കണമോ? പ്രചരിപ്പിക്കും. നട്ടാൽ കുളിക്കാത്ത നുണ പറയണോ? നുണ പറയും. വർഗീയത അടിച്ചുവിടണോ? അടിച്ചുവിടും. വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യണോ? ചെയ്യും. കേരളത്തിൽ സംഭവങ്ങളുണ്ടേ. നാദാപുരമടക്കമുള്ള നിരവധി കലാപങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ഒന്നും ഈ കേരളത്തിൽ നല്ല ലോകത്തിൽ എവിടെയും നടപ്പായിട്ടില്ല എന്ന് സഖാക്കന്മാര് മനസ്സിലാക്കണം. നിങ്ങളുടെ പണി വേറെയാണ്. ഈ നാടിൽ അരക്ഷിതാവസ്ഥ വളർത്തുക. ഞാൻ പറഞ്ഞു, ഇന്ന് കേരളം നമുക്ക് ജീവിക്കാൻ കൊള്ളാത്ത നാടായി മാറിയിരിക്കുന്നു എങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്നുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരാണ്. കുടിവെള്ളത്തിന്, തൊഴിലിന്, വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന് നീ നല്ല ചികിത്സ വേണമെങ്കിൽ ഇവിടെ പോകണം, കേരളത്തിന് പുറത്ത് പോകണം അല്ലേ? ഭക്ഷണം കഴിക്കാൻ, ജോലി കിട്ടാൻ, വിദ്യാഭ്യാസം ചെയ്യാൻ, ചികിത്സ കിട്ടാൻ, തൊഴിൽ കിട്ടാൻ, എല്ലാത്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് മലയാളിയെ തള്ളിയിട്ട് ആരാ? ഇടതു വലത് മുന്നണികളുടെ കഴിഞ്ഞ 65 വർഷത്തെ ഭരണമാണ്. എന്നിട്ട് എന്താ സഖാക്കന്മാര് തള്ളി മതിക്കുന്നത്? കേരളം 1-ാം നമ്പറാണ്. എവിടെയാണ് സാർ 1-ാം നമ്പർ? 65 വർഷം കൊണ്ട് നിങ്ങൾ ഈ നാടിനെ തകർത്തു. കേരളത്തിന് ഇനി വേണ്ടത് ഇടതോട്ടോ വലതോട്ടുള്ള യാത്രയല്ല. കേരളത്തിന് വേണ്ടത് നേർരേഖയിലൂടെയുള്ള നേരായ യാത്രയാണ്. ആ നേരായ യാത്രയാണ് കഴിഞ്ഞ 11 വർഷമായി നരേന്ദ്രമോദി നമുക്ക് കാണിച്ചു തന്നത്. ഇടത്തോട്ടുമല്ല വലത്തോട്ടുമല്ല, നേരിന്റെ പാതയിൽ. അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുൻകൂട്ടേക്ക് വെക്കുന്ന വികസന സന്ദേശം. ഞങ്ങൾ പറഞ്ഞു, മാറാത്തതിന് മാറും, മാറിയ മതിയാവുകയുള്ളൂ. ഈ ചെട്ടുകുളങ്ങരയും മാറും. എന്താ ചെട്ടുകുളങ്ങരയിലുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചായിട്ട് ഞാൻ ഇതിനെ ആവർത്തിക്കുന്നില്ല. ലോക ഭൂപടത്തിൽ ഇടം കിട്ടാൻ യോഗ്യതയുള്ള ഒരു നാട്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആഗോള ടൂറിസ്റ്റുകൾ വന്നുപോകാൻ എല്ലാവിധ പൊട്ടൻഷ്യലുമുള്ള ഒരു പഞ്ചായത്ത്. എന്താ കമ്മ്യൂണിസ്റ്റുകാരന്മാര് കഴിഞ്ഞ 10-15 വർഷമായി നാടിൽ ചെയ്തു കൊടുത്തത്? ചെട്ടുകുളങ്ങര അമ്മയുടെ തിരുനടയിലാണ് നാം ഇരിക്കുന്നത്. കുംഭഭരണി എന്ന് പറയുന്ന ലോകോത്തര ഉത്സവം, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കയറിയ ഉത്സവം, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഭക്തന്മാരെത്തുന്ന ഒരു പ്രദേശം. ഇവിടെ വരുന്നവർക്ക് പ്രാഥമിക കൃത്യം ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് ചെയ്തത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇനിയെന്ന് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക മഠയന്മാരല്ല ചെട്ടികുളങ്ങരയിലെ ജനങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടോ?
ഇടതും വേണ്ട വലതും വേണ്ട, നേരെ നേരെ. ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന സന്ദേശമുണ്ടല്ലോ. കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നു വരുന്ന സമാനതകളില്ലാത്ത വികസനമുണ്ടോ? വികസനം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടിടങ്ങളും പദ്ധതികളും പൂർത്തിയാക്കലും മാത്രമല്ല നരേന്ദ്രമോദി ചെയ്തത്. ഈ രാഷ്ട്രത്തെ അതിന്റെ തനിമയിലേക്ക് തിരികെ കൊണ്ടുവന്ന, കഴിഞ്ഞ 75 വർഷമായി പാളം തെറ്റിക്കിടന്ന ഒരു രാഷ്ട്രത്തെ നേർരേഖയിലേക്ക് കൊണ്ടുവരിക എന്ന ചരിത്രപരമായ ദൗത്യമാണ് നരേന്ദ്രമോദി ചെയ്തത്. ഞാനിവിടെ കേരളയിലെ പറ്റി പറഞ്ഞു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 2022 തറക്കല്ലിട്ടാൽ 2037 ആകുമ്പോൾ പൂർത്തിയാകാൻ പോകുന്ന ഒരു പദ്ധതി. എന്തിനു വേണ്ടിയാ കേരളയിൽ വരുന്നത്? സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു. എന്താണ്? കേരളത്തിലെ ട്രെയിനുകളുടെ സ്പീഡുകൾ കൂട്ടണം, അതിവേഗ റെയിൽ വേണം. നമ്മളാരും അതിവേഗ റെയിലിനല്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അഹമ്മദാബാദിനും ബോംബെക്കും ഇടയിൽ അടുത്ത വർഷം ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോകുക. 75 വർഷം ഭരിച്ച ഒരു ഭരണാധികാരിക്കും സാധിച്ചിട്ടില്ല. അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധിച്ചത്. അതിനെ ചുവട് പിടിച്ചായിരിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലും വേണം അതിവേഗ റെയിൽ. ശരി, ഇരിക്കട്ടെ, അതിവേഗ റെയിൽ വരട്ടെ, ആർക്കാ കുഴപ്പം? പക്ഷേ പിണറായി അവതരിപ്പിച്ച സിൽവർ ലൈൻ ഉണ്ടല്ലോ, ആ സിൽവർ ലൈൻ എന്നുള്ളത് കേരളത്തിന്റെ തലയിൽ വീഴാൻ പോകുന്ന ഇടുക്കിയായിരുന്നു. അത് നടപ്പായിരുന്നുവെങ്കിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു പദ്ധതി, 1,25,000 കോടി രൂപ എസ്റ്റിമേറ്റ് തുടക്കത്തിൽ. 2037 പൂർത്തിയാകുമ്പോൾ എത്ര ലക്ഷം കോടിയാകും ആർക്കറിയാം? ഇന്നേ വരെ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് 2014 മുൻപ് ഏതെങ്കിലും ഒരു പദ്ധതി പറഞ്ഞ സമയത്ത് പൂർത്തിയായിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഒരു പദ്ധതി? ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഗുജറാത്തിൽ പോയി. ഗുജറാത്തിലെ നർമ്മദ അണക്കെട്ടിന്റെ സമീപത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിലനിൽക്കുന്നത്, ഏകതാ പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ പട്ടേലിന്റെ പണിത് തീർത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിന്റെ തൊട്ടടുത്താണ് നർമ്മദ സരോവർ അണക്കെട്ട്. പോയിട്ടുള്ള ആർക്കും അറിയാം. ഞാൻ ഈ അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശം കാണുന്നതിന് വേണ്ടി അതിന്റെ മുകളിൽ കയറി. അവിടെ ചെന്നപ്പോ അതിന്റെ ശിലാഫലകം ഞാൻ കൗതുകത്തിന് വേണ്ടി ഒന്ന് നോക്കിയതാണ്. കുറെ ഈ അടുത്ത കാലം വരെ എന്റെ മൊബൈൽ ഫോണിൽ അതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശിലാഫലകത്തിൽ നോക്കുമ്പോ ഇനാഗുറേറ്റഡ് ബൈ നരേന്ദ്രമോദി, ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്. അതായത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ഫലകം. അപ്പൊ ഞാൻ കൗതുകത്തിൽ അത് നോക്കി. അതിൽ എഴുതിയേക്കുന്നു ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ, ശിലാസ്ഥാപനം നിർവഹിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാലം. കഥ ഇതായിരുന്നു. നെഹ്റു അറക്കല്ലിട്ട ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ 2008 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വരേണ്ടി വന്നു. ഇത് അതിശയോക്തിയല്ല എന്ന് ആലപ്പുഴയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. തൊട്ടപ്പുറത്തായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. അല്ലെ, നമ്മുടെ ആലപ്പുഴയിൽ കൂടി കടന്നു പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്. കളർകോട് മുതൽ അങ്ങ് കൊമ്മാടി വഴി നീണ്ടു കിടക്കുന്ന പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന ബൈപ്പാസ് ഉണ്ട്. ആലപ്പുഴ നഗരത്തെ തിരക്കിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങൾക്കറിയാം. ആലപ്പുഴ നഗരത്തിലേക്ക് പോയിട്ട് എല്ലാവർക്കും അറിയാം ഗതാഗത കുരുക്കിന്റെ ദുരിതമാണ് അവിടെ. ഒരു വാഹനം ആലപ്പുഴ നഗരത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. നേരത്തെ തിരുവനന്തപുരത്ത് പോകുന്ന എല്ലാ വാഹനങ്ങളും ആലപ്പുഴ നഗരത്തിൽ കൂടി കടന്നു പോകണമായിരുന്നു. അതിനൊരു ശാപമോക്ഷം എന്ന നിലയിലാണ് ബൈപ്പാസിനെ വിഭാവനം ചെയ്തത്. ആരാ ബൈപ്പാസിന് തറക്കല്ലിട്ടെന്ന് അറിയാമോ? പണ്ട് കേരളത്തിൽ ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിരുന്നു, പ്രായമുള്ളവർക്ക് അറിയാം, സഖാവ് ടി.കെ. ദിവാകരൻ. കൊല്ലംകാരനാണ്. ടി.കെ. ദിവാകരൻ എന്ന പൊതുമരാമത്ത് മന്ത്രി തറക്കല്ലിട്ട ആലപ്പുഴയുടെ ബൈപ്പാസ് ആരാ ഉദ്ഘാടനം ചെയ്തത്? നിതിൻ ജയറാം രമേശ് ഗഡ്കരി. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായ നിതിൻ ഗഡ്കരി 2020 അത് ഉദ്ഘാടനം ചെയ്യുമ്പോ ആലപ്പുഴ ജില്ലയിൽ നിന്നും 5 കേന്ദ്രമന്ത്രിമാരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വയനാട് രവി, എ.കെ. ആന്റണിയും, കൊടിക്കുന്നിൽ സുരേഷും ശ്രീമാൻ കെ.സി. വേണുഗോപാലും അടക്കം 4 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴ ജില്ലയിൽ നിന്ന്. ശശി തരൂരും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇ. അഹമ്മദും കെ.വി. തോമസും അടക്കം 8 കേന്ദ്രമന്ത്രിമാർ
കേരളത്തിൽ നിന്നുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ. സഖാവ് ടി കെ ദിവാകരൻ തറക്കല്ലിട്ടതിനു ശേഷം ആലപ്പുഴയിൽ നിന്നും 2 മുഖ്യമന്ത്രിമാരുണ്ടായി. അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദനും. രണ്ടാമതൊരു കല്ല് അതിനു മുകളിൽ എടുത്തു വെക്കാൻ ഇവന്മാർക്ക് ആർക്കും സാധിച്ചില്ല. അവസാനം 2014 നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ 41 വർഷത്തെ കാത്തിരിപ്പ്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു പദ്ധതി പൂർത്തിയായതിന്റെ കാലയളവാണ് 41 വർഷം. ഇവന്മാരുടെ 1-ാം നമ്പർ ഭരണത്തിന്റെ നേട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 41 വർഷമെടുത്തു ആലപ്പുഴയുടെ ബൈപ്പാസ് പൂർത്തിയാക്കാൻ. കൊല്ലത്തെ ബൈപ്പാസ് പൂർത്തിയാക്കാൻ 40 വർഷം. അതും നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്, പണി പൂർത്തീകരിച്ചത്. അവരാണ് നമ്മളോട് പറയുന്നത് 2022 തറക്കല്ലിട്ടാൽ 2037 കേരളത്തിൽ കൂടി അതിവേഗ തീവണ്ടി ഓടും. എന്താ തീവണ്ടിയുടെ 2037 സംഭവിക്കാൻ പോകുന്ന ദൂരം എത്ര, വേഗം എത്രയാണ്? 2037 സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ, അതായത് 1.25 ലക്ഷം കോടി രൂപ എന്ന് 2022 പറയുന്ന പദ്ധതി നമുക്കറിയാം. അത് 2037 ആകുമ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് 3.25 ലക്ഷം കോടി രൂപയാകുമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ എക്കാലത്തെ വലിയ എഞ്ചിനീയറായ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീമാൻ ഇ ശ്രീധരനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ തുകയ്ക്കൊന്നും ഇത് പൂർത്തിയാകാൻ പോകുന്നില്ല. 3.25 ലക്ഷം കോടി രൂപ ചെലവഴിച്ചാൽ 2037 ആകുമ്പോൾ കേരളത്തിൽ കൂടി 160 കിലോമീറ്റർ സ്പീഡിൽ തീവണ്ടി ഓടും. വാഗ്ദാനമാണ്. അത് നടക്കുന്നു എന്നത് തന്നെ ഇരിക്കട്ടെ. 2022 പ്രൊജക്ട് സമർപ്പിച്ചു, DPR ഉണ്ടാക്കി, അതിന് ക്ലിയറൻസ് കിട്ടി, എൻവയോൺമെന്റൽ ക്ലിയറൻസും ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ഒക്കെ കിട്ടി. 2022 പണി അതിവേഗം പുരോഗമിച്ച് 2037 എത്തിയാൽ 160 കിലോമീറ്റർ സ്പീഡിൽ നമുക്കൊരു ട്രെയിൻ കിട്ടും. ഇതായിരുന്നു പിണറായി വിജയന്റെ സിൽവർ ലൈൻ പദ്ധതി. പ്രിയപ്പെട്ടവരെ, അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരുന്നു? ആയിരക്കണക്കിന് വീടുകൾ കുടിയൊഴിക്കപ്പെടുമായിരുന്നു. തൊട്ടപ്പുറത്തെ ചെങ്ങന്നൂരിൽ എന്റെ പഞ്ചായത്തായ ആനാ പഞ്ചായത്തിന് തൊട്ടപ്പുറത്തുള്ള മുളക്കിട പഞ്ചായത്തും നൂറനാട് വടക്കുള്ള പ്രദേശങ്ങളിൽ കൂടി മഞ്ഞക്കുറ്റികൾ അടിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുക്കളയിലും കുളിമുറിയിലും ഡൈനിങ് ഹാളിലും ഒക്കെ സർക്കാരിന്റെ വക മഞ്ഞ കുറ്റി കൊണ്ടിട്ടു. എന്താ? നാളെ കുടി ഒഴിഞ്ഞുകൊള്ളണം. കാരണം സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന ട്രെയിൻ റെയിൽവേയിലേക്ക് വരാൻ പോകുന്ന പാതയാണിത്. ജനങ്ങൾ തെരുവിലിറങ്ങി. ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇട്ട മഞ്ഞക്കുറ്റികൾ ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും BJP-യുടെയും ചുണക്കുട്ടന്മാരായ നേതാക്കന്മാർ പിഴുത് കടലിൽ കളഞ്ഞു. 10,000-കണക്കിന് മനുഷ്യരെ കുടിയുറപ്പിക്കുന്ന പദ്ധതി. കേരളത്തിന്റെ 100 കണക്കിന് ജലാശയങ്ങൾ നികത്തണം, നദികൾ മണ്ണിട്ട് മൂടണം, ലക്ഷക്കണക്കിന് ഹെക്ടർ മണ്ണ് വേണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ മലകളും ഇടിച്ചു നിരത്തണം, പാറ കൊണ്ടുവരണം. പാരിസ്ഥിതിക നാശം ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കോ ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് 160 കിലോമീറ്റർ വേഗത്തിൽ 2037 പദ്ധതി നടപ്പാകുക. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, അടുത്ത ആഴ്ച മുതൽ കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടും. ഒരാളെയും കുടിയിറങ്ങിയില്ല, അനന്തമായി നീണ്ടില്ല, ഒരു വീട്ടിലും മഞ്ഞക്കുറ്റിയിട്ടില്ല, ഒരു മലയും ഇടിച്ചു നിരത്തിയില്ല, ഒരു ജലാശയവും നികത്തിയില്ല. പ്രിയപ്പെട്ടവരെ, കായംകുളം വഴി ചെങ്ങന്നൂരിൽ കൂടിയും ആലപ്പുഴയിൽ കൂടിയും 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടുന്നത്. അതിന്റെ സ്പീഡ് 120 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ വന്ദേ ഭാരത് കേരളത്തിൽ കൂടി കുതിച്ചുപായുണ്ട്. 1 രൂപ അധിക ചെലവില്ലാതെ. 2037 വരെ കാത്തിരിക്കാതെ, കേരളത്തിന്റെ മലകൾ ഇടിച്ചു നിരത്താതെ, പുഴകളെ നികത്താതെ, ആരെയും കുടിയിറക്കാതെ. അതല്ലേ പ്രിയപ്പെട്ടവരെ ഭരണം? അതോ പിണറായി വിജയനും കൂട്ടുകാർക്കും കമ്മീഷൻ അടിക്കാൻ വേണ്ടി 2037 ആയതോടെ കേരളത്തിന്റെ സർവനാശം വരുത്തിക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു വേണ്ടത്? ഇതാണ്